ഹലോ എൻ്റെ എല്ലാ ചങ്കൂടാർക്കും ഇതൊരു പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ പണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടാങ്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, ഒരുപാട് സന്തോഷമായത്. നോക്കിയേ, നമ്മുടെ ഈ വാഷ് ബേസിനെ വെച്ചിട്ട് ഏകദേശം ഒരു 2018 25 7 വർഷമായി. 7 വർഷമായിട്ട് ഈ ടാപ്പിൻ്റെ ഹെഡ് നമ്മൾ ക്ലീൻ ചെയ്യും, പക്ഷേ വെള്ളം ഇതുപോലെയാണ് വരണത്. അപ്പോൾ ടാങ്ക് ക്ലീനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ മണ്ണ് കയറിയിട്ടുണ്ടായിരുന്നു ടാങ്കിലേക്ക്. അതിൻ്റെ ഈ പൈപ്പിനുള്ളിൽ പോയാൽ നമുക്കറിയില്ല. അപ്പോൾ നമുക്കിതെല്ലാം അഴിക്കണം. ഈ ഹെഡ് അഴിക്കണം, ഈ പെഡസ്റ്റൽ അഴിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഒരു വാഷ്റൂം ഉണ്ട്, ഇവിടുത്തെ ടാപ്പുകളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം, ഷവറൊന്ന് ക്ലീൻ ചെയ്യണം. അതിനേക്കാളുപരി വേറൊരു പോളി സാധനമുണ്ട്. പ്രവാസിയുടെ തുണിയാണ് ഇട്ട് കിടക്കണത്. ഇതെല്ലാം മടക്കി വെക്കണം. ഇന്നാണ് പെട്ടീനെടുത്ത് പുറത്തിട്ടത്. ഹോം ടൂർ വീഡിയോ നമുക്ക് ചെയ്യാം. ഇരുട്ടല്ലേ, 1 മിനിറ്റ്. ഈ ഷവറിലെ വെള്ളവും ഭയങ്കരമായിട്ട് സ്ലോയിലാണ് വരണം. എന്താ പണ്ട് കൊതിയോടുകൂടി വാങ്ങിച്ചതാണ് ഈ ഷവർ. ഇവിടെ നമ്മുടെ ഒരു ബെർത്തുണ്ട്, ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോം ടൂർ നമുക്ക് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതൊക്കെയാണ്. ഈ ഷവറിൽ ഇത്രയും വെള്ളം വരുന്നത്, പക്ഷേ ഇതായിട്ട് ക്ലീൻ ചെയ്യണം. മിക്സർ ടാപ്പ്, ഇവിടെ ഒരു ടെലിഫോണിക് ഷവർ വരും, അത് നമ്മൾ വെച്ചില്ല. ഇതിൽ കൂടിയാണ് നമ്മൾ വെള്ളം ബക്കറ്റിൽ പിടിക്കുന്നത്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, എന്നാലും മിക്സർ ടാപ്പ് ചെയ്യണം. പിന്നെ ബാത്റൂം കാലപ്പഴക്കം കൊണ്ട് ഇതൊക്കെ കറയായി, എത്ര വച്ചിട്ടും പോകണില്ല. ഇവരെ ക്ലോസറ്റ് മാറ്റേണ്ടി വരും. ഇത് നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് വാൽവ് ആണ്. ഇതിൻ്റെ സ്പ്രിങ് ഒക്കെ പോയി. ഇപ്പോൾ അതിനകത്ത് നോക്കി നമുക്ക് കുറേ റൂമുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതും പോയി. അപ്പോൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യാറ്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഒരു ഡ്രീമായിരുന്നു ഈ വാഷ്റൂം. അതായത് ഇവിടെ ഇപ്പോൾ വാഷ് ബേസിനും കൂടി വെക്കാനുണ്ടാവും, നമ്മൾ വെച്ചിട്ടില്ല. ആ കോർണറിലൊരു ഗ്ലാസ് ഏരിയ വെച്ചിട്ട് ഇവിടെ ഒരു ക്ലോസറ്റൊക്കെ വെക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് ഒറ്റയടിക്ക് എല്ലാം പൂശി. ഇപ്പോഴും ഇവിടുത്തെ കംപ്ലീറ്റ് ഫിറ്റിങ്സ് ആയിട്ടില്ല. മിറർ ലൈറ്റൊക്കെ വെക്കാനുണ്ട്. ആ കണക്ടറൊക്കെ ഇപ്പോഴും അവിടെ കിടക്കണതാണ്. അവിടെ ഒരു ഹീറ്ററിൻ്റെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഫുൾ സിസ്റ്റം മാറി. എന്നാലും നമ്മുടെ ഇന്നത്തെ പണി ഇത് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ ഡ്രീം വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങണയാണ്. എൻ്റെ വാഷ്റൂം കേട്ടോ. ഓക്കെ, ഇതൊക്കെ പോയി, പൊളിഞ്ഞു പോയി. സീപ്പേജ് എന്ന് പറയും, കണ്ട എല്ലാം പൊളിഞ്ഞു പോയി. 1.5 തച്ചിൻ്റെ പണി ഇതിനകത്തുണ്ട്. എൻ്റെ മമ്മി കാണിച്ചു തരില്ല, മമ്മീനെ കാണിച്ചു തരില്ല. മമ്മി തിരിച്ച് നോക്കിയിട്ട് പോയി. അപ്പോൾ നമുക്ക് നേരെ ഈ പരിപാടിയിലോട്ട് പോവാം. നോക്കാം എന്താണ് അവസ്ഥ. ഒന്നുമില്ല, ഇതിങ്ങനെ ആളിരിക്കണോണ്ട് ഇങ്ങനെ വെക്കണതാണ്. ഫുള്ള് മണ്ണായിരിക്കും.
ഓഫ് ചെയ്തോ. ഈ എത്ര ക്ലീൻ ചെയ്തിട്ട് ചോപ്പ് വെള്ളം കൊണ്ടുവരാം. കിണറ്റിലാണ് കളർ നീക്കണോ? ഇത് ഇപ്പൊ മണ്ണാണ്. ഓക്കെ ആ വെള്ള സാധനം വെള്ള വെള്ള ആ ടഫിലോ ഓ പണി പാലും വെള്ളത്തിൽ കിട്ടി. ഓക്കെ, ആംഗിൾ വാൽവ് ഫുള്ള് കംപ്ലൈൻ്റ് ആയി. ശരി, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടു. ഞാനത് റിപ്പയർ ചെയ്യണ സമയത്തെ അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ പോയി തുരുമ്പിച്ചിട്ട്. അപ്പോൾ ഞാനത് പുതിയത് വാങ്ങിച്ച്. കണ്ട, പുതിയ ആംഗിൾ വാൽവാണ്. അപ്പോൾ നമുക്കത് സെറ്റാക്കാം. നല്ലത് താഴെ ഇതൊക്കെ വേറെ ചാർത്ത സാധനം പിടിച്ച മതി. എനി വേണ്ടായി എന്താ ഇതാണ് ഫൈനൽ സ്റ്റേജ്. നമുക്കാകെ ഒരു ഫ്ലോർ ഉള്ളൂ. അപ്പം അത്ര വാട്ടർ പ്രഷർ കിട്ടുള്ളൂ. എന്നാലും നേരത്തെ വെള്ളം വന്നത് ഇവിടെ ആയിരുന്നു. അതുകൊണ്ടിട്ട് നമുക്ക് അത്യാവശ്യം കൈയൊക്കെ കഴുകും. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഷവർ ഉണ്ട്, ഇതുണ്ട്. 1 by 1 നമുക്ക് ചെയ്യാം. എന്നിപ്പോൾ ഇത്ര സമയമായി. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയാണ് ടാപ്പ് ക്ലീൻ ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതൊക്കെ മറ്റാരും സ്വന്തം സൈൻ ഓഫ് ചെയ്തു. പീസ് ആൻഡ് ബൂം.